മാഡം എൻ്റെ ബ്ലഡിൽ തൈറോയിഡൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ നോർമൽ ആണല്ലോ, പിന്നെ എന്താണ് തൈറോയിഡ് ഒരു തടുപ്പ്? പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, തൈറോയിഡ് ഹോർമോൺ ബ്ലഡിൽ നോർമൽ ആണെങ്കിൽ പോലും തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴ വരാം. ഇത് രണ്ടും എപ്പോഴും റിലേറ്റഡ് ആവണമെന്നില്ല. ഞാൻ ഡോക്ടർ ഗാഥ ലക്ഷ്മി രാജേന്ദ്രൻ, ENT സ്പെഷ്യലിസ്റ്റ് അറ്റ് GG ഫാമിലി ക്ലിനിക്, കുളത്തൂർ, ട്രിവാൻഡ്രം. ഇനി തൈറോയിഡ് ഗ്ലാൻഡിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. തൈറോയിഡ് ഗ്ലാൻഡ് നമ്മളുടെ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ, നമ്മുടെ ശ്വാസനാളത്തിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അതൊരു പൂമ്പാറ്റ ഷേപ്പിലാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. നമ്മുടെ തൈറോയിഡ് ഹോർമോൺ തൈറോക്സിൻ T3 T4 നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഹോർമോണാണ് തൈറോക്സിൻ്റെ ഹോർമോണ്. നമ്മുടെ ഗ്രോത്ത് ആണെങ്കിലും മെറ്റബോളിസം ആണെങ്കിലും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ അളവ് കുറയോ കൂടുകയോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് വരാം. അപ്പോൾ അതിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അളവ് കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന ലക്ഷണങ്ങൾ കാണുന്നത് നമ്മൾ ഈ അമിതമായിട്ട് നമുക്ക് ക്ഷീണം വരുന്നത്, മുടി കൊഴിച്ചിൽ, സ്കിന്ന് ഡ്രൈ ആവുന്നത്, വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്, നീര് വെക്കുന്നത്, പിന്നെ സ്ത്രീകളാണെങ്കിൽ പീരിയഡ്സിൻ്റെ അബ്നോർമാലിറ്റീസ് വരുന്നത്. ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും വരുന്നത്. അതിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽസ് കൂടുതലാണ്, TSHൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്നത് വെയിറ്റ് ലോസ് വരും, കൂടുതൽ നെഞ്ചെടുപ്പ് വരും. വേറൊരു കാര്യം പറയാനുള്ളത്, ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കൂടും, BP ബ്ലഡ് പ്രഷർ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാം. പിന്നെ ഒരു കാറ്റഗറി പറയാനുള്ളത് തൈറോയിഡൈറ്റിസ് ആണ്. അത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ചുറ്റിനും ഒരു നീർക്കെട്ട് വരുന്നതാണ്. പലതരം തൈറോയിഡൈറ്റിസ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. പിന്നെ ഫോർത്ത് കാറ്റഗറി വരുന്ന തൈറോയിഡ് ഇഷ്യൂ ആണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. ഇനി 4 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുന്ന മുഴ എല്ലാ മുഴകളും പ്രശ്നമുള്ള മുഴകളല്ല. ചിലപ്പം പ്രത്യേകിച്ചുള്ള റീസൺസ് ഇല്ലാതെയായിരിക്കും ഇത് വരുന്നത്. എല്ലാത്തിനും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. മരുന്ന് കഴിക്കുകയോ അത് സർജറി ചെയ്ത് അതിനെ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ മുഴകളാണെങ്കിൽ ലെസ് ദാൻ 1 സെൻറ്റിമീറ്റർ അങ്ങനത്തെ സൈസുള്ള മുഴകളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി. 6 മാസം അല്ലെങ്കിൽ 1 വർഷം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ സൈസ് ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി. അത് മാറുന്നുണ്ടോ എന്നുള്ള കാര്യം അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, എപ്പോഴാണ് നമ്മൾ അപ്പം തൈറോയിഡ് ഗ്രന്ഥിയിൽ ഒരു മുഴ വരുന്നതിന് നമ്മൾ എപ്പോഴാണ് അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്? അത് ഭയങ്കര വലിയ സൈസിൽ തൈറോയിഡ് മുഴ വലിയ സൈസിൽ നമ്മളുടെ ഈ അന്നനാളത്തിലും ശ്വാസനാളത്തിലും വന്ന് കംപ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഇറങ്ങുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നു. പിന്നെ നമ്മൾ തൈറോയിഡിൻ്റെ 2 സൈഡിലും ഞരമ്പ് പോകുന്നുണ്ട് വോയിസ് ബോക്സിലോട്ട്. ആ ഞരമ്പിൽ ഒരു കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വോയിസിൻ്റെ ക്വാളിറ്റി എഫക്റ്റഡ് ആവും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ തൈറോയിഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുവാണ്, ഈ സിറ്റുവേഷൻസിലാണ് നമ്മൾ തൈറോയിഡ് സർജറി ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഒരു ഇത് വരുന്നത്. പിന്നെ ഉള്ളത്, നമ്മൾ തൈറോയിഡ് ഒരുപാട് പ്രോജക്റ്റ്, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ആൾക്ക് തൈറോയിഡ് ഒരുപാട് ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. പേഷ്യൻ്റ് അതൊരു ബുദ്ധിമുട്ട്, ഒരു ഫിസിക്കൽ അപ്പിയറൻസിനൊരു പ്രശ്നം. അപ്പോൾ ഒരു കോസ്മെറ്റിക് കൺസേൺ എന്നുള്ള ഒരു ബേസിസിൽ നമുക്ക് പേഷ്യൻ്റ് സർജറി ചെയ്ത് തൈറോയിഡ് എടുത്ത് കളയാം. ഈ തൈറോയിഡ് സ്വെല്ലിംഗ് ഉള്ള ഇത് എടുത്ത് കളയാം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത്, ഒരു പേഷ്യൻ്റ് തൈറോയിഡ് മുഴയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ആ പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യും? അത് നമ്മൾ ആദ്യം ചെയ്യാനുള്ളതാണ് നമ്മളുടെ അൾട്രാസൗണ്ട് സ്കാനിങ്. നമ്മൾ തൈറോയിഡിൻ്റെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ മുഴയുടെ സൈസ് നമുക്ക് അറിയാൻ പറ്റും, എത്ര എണ്ണം മുഴയുണ്ട്. പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യാരക്ടർ അറിയാൻ പറ്റും. സ്കാനിങ് നമ്മൾ കുത്തി പരിശോധനയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും എന്ത് തരത്തിലുള്ള മുഴയാണ്, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടാണോ അതോ നോർമൽ. പിന്നെ ഇതിൽ രണ്ടിനും പെടാത്ത ഒരു കാറ്റഗറി ഉണ്ട്, സസ്പീഷ്യസ് ആയിട്ടുള്ള. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഈ സസ്പീഷ്യസ് ആയിട്ടുള്ളത്
ക്യാൻസറസ് ആയിട്ടുള്ള മുഴയാണ് നമ്മൾ നീക്കം ചെയ്ത് കളയേണ്ടത്. തൈറോയിഡക്ടമി ചെയ്യുക, സർജറി ചെയ്ത് തൈറോയിഡ് എടുത്ത് മാറ്റാം. ഈ അൾട്രാസൗണ്ടും FNACയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്, ബ്ലഡിലുള്ള തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റും നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഇനി അതിൻ്റെ കൂടെ മരുന്ന് കഴിക്കണോ വേണ്ടതെന്ന് അറിയാനായിട്ട് നമ്മൾ ആ ടെസ്റ്റ് കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യണം. ചിലപ്പം ക്യാൻസർ ആണ് ഡയഗ്നോസിസ് എങ്കിൽ നമ്മൾ ചിലപ്പം എല്ലാവർക്കും വേണ്ടി വരില്ല. ഇത് CT സ്കാന് ചിലപ്പം ചെസ്റ്റിൻ്റെ അബ്ഡോമിൻ്റെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഇതിൻ്റെ സ്പ്രെഡ്, ക്യാൻസർ ആണെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അഡീഷണൽ ആയിട്ട് ഈ 2 CT ഒരു അഡീഷണൽ ടെസ്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരുപാട് നാളിങ്ങനെ നിൽക്കുവാണെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന് ക്യാൻസറസ് ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം അതിനും നമ്മൾ സർജറി ചെയ്ത് നീക്കം ചെയ്യും. ഇപ്പം 4ാമത്തെ പോയിന്റ് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ബ്ലഡിലത്തെ തൈറോയിഡ് അളവ് നോർമൽ ആണെങ്കിൽ പോലും നമ്മളുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴ വരാം. ഇത് രണ്ടും റിലേറ്റഡ് ആയി, എപ്പോഴും റിലേറ്റഡ് ആവണമെന്നില്ല. തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുന്ന എല്ലാ മുഴകളും പ്രോബ്ലമുള്ള മുഴകളല്ല. അതിനപ്പം നമ്മൾ നോക്കിയാലോ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, മരുന്ന് കഴിക്കും, സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇപ്പം നിങ്ങൾ ചോദിച്ചതുപോലെ ബ്ലഡിൽ തൈറോയിഡ് ഹോർമോൺ നോർമലാണ്, പക്ഷേ തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴ വന്നു, അങ്ങനെ വരാം. അപ്പോൾ ഒരു ജനറൽ അവയർനെസ് ആയിട്ട് പറയുവാണ്, തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുവാണ്, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഒരു മുഴ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് വന്ന് ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം അതിന് വേണ്ട രീതിയിൽ സ്വന്തമായിട്ട് ഉള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാതെ ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതെടുക്കുക.